ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇസ്രായേലിലേക്കുള്ള യാത്ര ഒഴിവാക്കണം, സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സജു തോമസ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സജു, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണോ, അതിന് പിന്നാലെയാണോ നിർദ്ദേശം? അത്തരമൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുകയാണ്. എന്തായാലും ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് അവർ അധികമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ഇസ്രായേലിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നുമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്നലെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഇറാനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള യാത്രകൾക്കും വിലക്ക് കൽപ്പിച്ചിരുന്നു. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നുമാണ് ഇപ്പോൾ ടെല്ലവീവിലെ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായതുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായി അത് നേരിടാൻ വേണ്ടിയുള്ള നമ്പറുകളൊക്കെ പുറപ്പെടുവിച്ചത്. എന്തായാലും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണ്. കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥിതിഗതികൾ മാറുകയാണെങ്കിൽ അവിടെ നിന്നുള്ള ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും ഉടൻ ആരംഭിക്കും. അതിന് ആദ്യപടി എന്നോണമാണ് ഇപ്പോൾ ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ടെല്ലവീവിലെ എംബസി ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആരും പുറത്തിറങ്ങരുതെന്നും ഇസ്രായേൽ സർക്കാർ പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കണമെന്നുമുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്നത്. ശരി സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.